സ്ഥലത്താണ് ആയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഇന്ത്യക്കകത്ത് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു രാത്രി കഴിഞ്ഞ് പ്രഭാതത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. ഈ റേസ് ഇൻ ഗ്ലോറി എന്ന പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടി ഒരുപാട് സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ദൈവം ഒരുക്കുന്ന എല്ലാ സമയങ്ങളും വിലപ്പെട്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ദൈവം നമ്മുടെ മേൽ നിയോഗം തരുമ്പോൾ, സ്തോത്രം, നമ്മൾ അടങ്ങിയിരിക്കരുത്, നമ്മൾ മൗനമായിരിക്കരുത്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ചില കുടുംബങ്ങളെ പണിതെടുക്കുവാൻ, ചിലരെ നിത്യയുടെ തുറമുഖത്ത് എത്തിക്കുവാൻ, ചിലരെ പ്രാർത്ഥനാ പോരാളികളാക്കുവാൻ ആയിരിക്കാണ് സിസ്റ്ററിലൂടെ ഈ സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ. നിങ്ങൾ 5, 6 പേരോ 10 പേരോ ഉള്ളെങ്കിലും അത് വലിയ ദൈവപ്രവർത്തിക്ക് സ്വർഗത്തിലെ ദൈവം അത് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് സ്തോത്രം ആത്മാവിൽ പറയുന്നു. അതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ സ്തോത്രം ക്രിസ്റ്റി സുബിൻ സിസ്റ്ററിന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യാണ്. നമ്മൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല. എന്നാൽ പ്രിയ റീന ആന്റിയിലൂടെയാണ് സ്തോത്രം നമ്പർ ലഭിക്കുവാൻ, എന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ നമുക്കൊരു പരിചയമില്ലെങ്കിലും നമ്മളെ നന്നായിട്ട് അറിയുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ നിലവുകളെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഇരിപ്പും നടപ്പും കിടപ്പും ഒക്കെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മുടെ മധ്യ ഉള്ളതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദേവദാസിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. ക്യാമറ ഓണാക്കാൻ കഴിയുന്നവരൊക്കെ ഓണാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓണാക്കുക. സ്തോത്രം. നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു പോരായ്മ, നമ്മൾ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു മീറ്റിങ്ങുകളൊക്കെ സൂമും ഗൂഗിളും ഒക്കെ തുടങ്ങിയെങ്കിലും പ്രാർത്ഥനകളൊക്കെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം സ്തോത്രം പെട്ടിക്കകത്ത് മറഞ്ഞിരിക്കുന്ന ചില അനുഭവങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊരിക്കലും ദൂത് പറയണമെങ്കിൽ അവരെ നോക്കി അല്ലെ സ്തോത്രം എന്തുവാ പിന്നെ സ്തോത്രം ഫോണിന്റെ പേര് വന്ന് നോക്കിയൊന്നും നമുക്ക് ദൂത് പറയാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് 10 മിനിറ്റ് അല്ല, അരമണിക്കൂർ 1 മണിക്കൂർ ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ വിശ്വസ്തയോടെ സ്തോത്രം ദൈവസന്നിധിയിലായിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ എന്ത് ചെയ്യും? വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. സ്തോത്രം. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാ ദൈവദാസിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാത്രിയിൽ നിങ്ങളുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു വചനം, സങ്കീർത്തനം 68ന്റെ 20-ാം വാക്യം, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. മരണത്തിന്റെ നീക്കുപോക്കൾ കർത്താവായ യഹോവയ്ക്കുള്ളവ. എന്നാൽ ആ ഒറ്റ സെന്റൻസ്, ദൈവം ആരാ? ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയുക. എന്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ തകർന്നു കിടക്കുന്നോ, എവിടെ ശത്രുവായവൻ തകർത്ത് കളയാൻ നോക്കുന്നോ, ഹല്ലേലൂയ, സ്തോത്രം, അവരെ വിട്ടുവെച്ച് പുറത്തു കൊണ്ടെന്ന് ഉദ്ധരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. സ്തോത്രം. സകലത്തിന്റെയും ജ്ഞാനിയും സകല വ്യാപിയും സർവശക്തനായ ദൈവം ഇന്ന് സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ഞാൻ ഇന്ത്യക്കകത്തും നിങ്ങൾ മറ്റൊരു രാജ്യത്തുമായിരിക്കുമ്പോൾ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം സ്തോത്രം ഹല്ലേലൂയ തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങളെ സ്തോത്രം ഹല്ലേലൂയ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹിക്കുക, ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നാൽ പലപ്പോഴും നമ്മള് സമാധാനമെന്നും നിർഭയമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, സ്തോത്രം, കൂരിരുട്ടിന്റെ അനുഭവങ്ങൾ കടന്നു വരിക. സ്തോത്രം. അർദ്ധരാത്രികൾ കടന്നു വരിക. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് സ്തോത്രം, നമുക്കറിയാം രാജ്യങ്ങളിലൊക്കെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. യുദ്ധങ്ങളിൽ യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ അടിക്കടി നമ്മുടെ ചെവികളിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലുള്ളവരൊക്കെ അനുഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് സൗദിയ എന്ന സ്ഥലം ദുബൈയിലും ഒക്കെ ഒത്തിരി പ്രതികൂലങ്ങൾ അടിച്ചാൽ എല്ലാവരും പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. നോക്കി നിൽക്കിയ മിസൈൽ വന്ന് വീണതും. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ പലപ്പോഴും പല പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് സ്തോത്രം പലരെ അതൊന്നും ബാധിക്കാറില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം നിവൃത്തിയാകണമെങ്കിൽ ദൈവം ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന്റെ ഇടയിൽ ചില ജീവിതങ്ങൾ എഴുന്നേറ്റതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുവാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം സഹായിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്കറിയാം പ്രസംഗിക്കുന്നവരെ ലോകം അറിയും, എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ സ്വർഗത്തിലെ ദൈവം അറിയും. സ്തോത്രം. നമുക്ക് സ്റ്റേജുകളൊന്നും കിട്ടിയില്ലെങ്കിലും
കമുകിലും തെങ്ങിലും ഒന്ന് നമ്മുടെ പേരുകൾ പോസ്റ്റർ അടിച്ച് വന്നില്ലെങ്കിലും ദൈവമല്ലേ, സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പേരുണ്ടെങ്കിൽ അതിനെ കഴിഞ്ഞും ഒരു ശ്രേഷ്ഠമായ ഭാഗ്യം ഈ ലോകത്തിൽ ഉണ്ടോ? ഇല്ലേ ഇല്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. എവിടെ തകർന്നു കിടക്കുന്നോ, എവിടെ ഉടഞ്ഞു കിടക്കുന്നോ, എവിടെ വീണ് കിടക്കുന്നോ, ശത്രു സ്തോത്രം പുറത്തു കൊണ്ടുവരത്തില്ല, നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധി, ഹല്ലേലൂയ, അതെത്ര മനോഹരമാ, അതെത്ര ആനന്ദമാ. സ്തോത്രം, ഹല്ലേലൂയ. യഹൂദ ജനത്തെ കൊന്നുപിടിക്കുവാൻ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കറിയാം അഹശ്വേരോസ് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് യഹൂദ ജനം എന്ന് പറയുന്ന ജനം പുറത്തു വരല്, യഹൂദനെ മൊത്തത്തോടെ തീർത്ത് കളയുവാൻ തക്കവണ്ണം രേഖ എഴുതി പ്ലാനുകൾ പദ്ധതികളൊക്കെ ഇട്ട് രാത്രിയിൽ കൂടിയാലോചനയൊക്കെ നടത്തിയ ഒരു ഹാമാന്റെ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്നാൽ വാർത്ത അറിഞ്ഞപ്പോൾ പട്ടണത്തിന്റെ നടുവിൽ നിന്ന് രട്ടുശൂലെടുത്ത് അകത്തുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ മോർത്തേക്കായി, ഹല്ലേലൂയ, യഹൂദ ജനം തകർന്നു പോകുമെന്നും ഇനി പുറത്തു വരത്തില്ലെന്നും അതിലൂടെ ദൈവിക വാഗ്ദത്തം വെളിപ്പെടുത്തില്ലെന്നും പറഞ്ഞ സ്ഥാനത്ത്, ഹല്ലേലൂയ, സ്തോത്രം, എവിടെ തകർത്ത് കളിയാൻ നോക്കി ആ സ്ഥാനത്ത് ദൈവം യഹൂദ ജനത്തെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്ന് ഏതു പട്ടണത്തിൽ കരഞ്ഞോ അതേ പട്ടണത്തിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമതിലെ, മറഞ്ഞിരിക്കുന്ന ദൈവമതിലെ, ഇന്ന് നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില ക്രൈസിസുകൾ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പറയുക, സ്തോത്രം, അത്യുച്ചത്തിൽ കൈപ്പോടെ കരയുവാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ഉദ്ധരിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് മുന്നമേ ഒരാലോചന കൈമാറുകയാണ്. സ്തോത്രം. പ്രിയ ദേവദാസിമാരെ, സ്തോത്രം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാ. നമ്മളത് അറിയാതെ പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അറിയാതെ പോകരുത്. എന്താണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. വ്യാപാരം ചെയ്യുമ്പോഴാണ് സ്വർഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും ദൈവം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം, സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വചനത്തിലേക്ക് ദൈവാത്മാവ് ഇങ്ങനെ എനിക്കൊരു ദൂത് തരുവാൻ ഇടയായിത്തീർന്നത്. നമുക്കറിയാം, സ്തോത്രം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ സ്തോത്രം ആകപ്പാടെ ഞെരുക്കിയ ഒരു യാബീൻ എന്ന രാജാവും അവന്റെ സേനാധിപതിയായ സീസരെയും, ഹല്ലേലൂയ, സ്തോത്രം, 20 സംവത്സരം കഠിനമായി ഇസ്രായേൽ മക്കളെ ഞെരുക്കിയെന്ന ദൈവത്തിന്റെ വചനം. കഠിനമായി ഞെരുക്കി. ആ ഞെരുക്കത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, അവരെ തകർത്ത് കളയാൻ അവരെയൊക്കെ ആ പശ്ചാത്തലമൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ സ്തോത്രം, ഈ വചനത്തിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഇസ്രായേൽ മക്കളെ കഠിനമായി ഞെരുക്കിയ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അന്നത്തെ അവരുടെ ജീവിതം എത്ര ഭയാനകമായിരുന്നു. സ്തോത്രം. എന്നാൽ പുരുഷന്മാരുടെ സ്തോത്രം ഏതാണ്ട് സ്തോത്രം, ഹല്ലേലൂയ, പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, എന്നാൽ സ്തോത്രം, ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, അന്നത്തെ കാലത്ത് സ്തോത്രം, ഹല്ലേലൂയ, യുദ്ധം പുരുഷന്മാരുടെ കയ്യിലായിരുന്ന സ്ഥാനത്ത് നമുക്കറിയാം, ഇസ്രായേലിലെ യഹൂദ സ്ഥലത്ത് സഹോദരിമാർക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. സഹോദരിമാർക്ക് വലിയ സ്തോത്ര സ്ഥാനമാനങ്ങളൊന്നുമില്ല. യഹൂദൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്താ? ദൈവമേ, അവര് പ്രാർത്ഥിക്കുന്നത് നീ ഒരു സ്തോത്രം നായായി ജനിച്ചാലും സ്ത്രീയായി ഞങ്ങൾ ജനിക്കരുത്. അത്രയ്ക്ക് സ്ത്രീകൾക്ക് സ്തോത്രം ബഹുമാനം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്ത്രീകൾ മുൻനിരയിൽ നിൽക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ, ഹല്ലേലൂയ, നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്ത്രീ ന്യായാധിപതിയാക്കി ദൈവം അവളെ എന്ത് ചെയ്യാം, മുന്നിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണ്? അവള് സ്തോത്രം, ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം പറഞ്ഞതുപോലെ ദൈവം അവളെ ന്യായാധിപതി ആക്കിയപ്പോൾ അവളിൽ ഏൽപ്പിച്ച ദൗത്യം അവൾ എന്ത് ചെയ്തു? വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ പ്രഭാതമാ, ഇവിടെ രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവ പൈതലേ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് വിശ്വസ്തയോടെയാണോ നാം ചെയ്യുന്നത്? നമ്മൾ ആരുടെ സന്നിധിയിലാ കണക്ക് കൊടുക്കണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് നമ്മളിൽ ഏൽപ്പിച്ച് എന്തുമായിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ, ഒരു പാട്ടായിക്കോട്ടെ, സ്തോത്രം, എന്തുമായിക്കോട്ടെ, അത് നമ്മൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ
സ്വർഗം നമ്മളെ വിളിക്കുന്ന പേരാ. ഓ ഹല്ലയോ വിശ്വസ്ത ദാസിയേ, നീ അല്പത്തിൽ വിശ്വസ്ത ആയതുകൊണ്ട് നിന്നെ ഞാൻ എന്ത് ചെയ്യും? അധികത്തിൽ വിചാരകയാക്കി മാറ്റും. ഇതുപോലെ പ്രവചനങ്ങളൊക്കെ നിന്നുപോകും, ഭാഷാവരങ്ങളെല്ലാം നിന്നുപോകും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സ്തോത്രം ദൈവികമായ വാഗ്ദത്തം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പ്രവചനമൊക്കെ കേട്ട് നമ്മൾ ഗ്ലോറി പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. കേവലം സ്തോത്രം 2 മാസം നമ്മളിലെ പ്രവചനം നിൽക്കും. പ്രവചനം നടന്നെങ്കിൽ നമ്മൾ വിളിച്ചു പറയോ, അന്ന് ആ ദേവദാസി അല്ലെങ്കിൽ സുബി സിസ്റ്റർ പറഞ്ഞു, ഹല്ലേലൂയ, പ്രവചനം നടന്നു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് മറക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെട്ടാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ക്രിയ ചെയ്താൽ, അത് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യും? മായാത്ത മുദ്രയായി പതിയെ ആ വചനം നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കുവാനിടയായി തീരുകയും ചെയ്യും. സ്തോത്രം, അല്ലല്ല. അപ്പോൾ ഒരു പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, അവിടെ ന്യായാധിപന്മാർ മാറി മാറി വന്ന കാലത്ത് ദൈവം എന്ത് ചെയ്തു? സ്തോത്രം, ഒരു സ്ത്രീയെ സ്തോത്രം എന്ത് ചെയ്യാ? ന്യായാധിപതിയാക്കി ദൈവം. അവിടെ സ്തോത്രം ഭവനത്തിനകത്ത് പ്രാർത്ഥന ആരംഭിച്ചു. ന്യായപാലനം ചെയ്യാൻ അനേകർ കടന്നു വന്നു. അവിടെ ന്യായപാലനത്തിന് വേണ്ടി പലരും കടന്നു വന്നു. ഭവനത്തിനകത്ത് സ്തോത്രം സ്ഥലം, ചരിത്രം പറയുന്നത് അവിടെ ഭവനത്തിനകത്ത് ഒതുങ്ങുവാൻ കഴിഞ്ഞില്ല. ഒതുങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ സ്തോത്രം, ദെബോറയുടെ ഈന്തപ്പനയിലേക്ക്, അവിടെ പേരുള്ള ഈന്തപ്പനയിലേക്ക് അവൾ എന്ത് ചെയ്തു? അല്ലല്ലോ മാറിയെന്നാ പറയുന്നത്. അവിടെ അനേക ഇസ്രായേൽ മക്കൾ ന്യായപാലനത്തിന് വേണ്ടി അവിടെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. സുബി സിസ്റ്ററെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സൂം ഇത് മാത്രമല്ല, അനേക സഹോദരിമാരെ, അനേകരെ സ്തോത്രം സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് കൂട്ടിച്ചേർക്കും കേട്ടോ. ഹല്ലേലൂയ. അനേകരെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കും. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു വിശാലത വരുത്തും. ചിലർ ഇതിനകത്ത് ഓടിക്കയറക്കത്തക്ക വിധി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തമായി ഇന്ന് ആലോചന കൈമാറുക. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി ദൈവത്തോട് കരഞ്ഞോ. തകർന്നു കിടക്കുന്ന ചിലതുണ്ട്, പണിയപ്പെടേണ്ട ചിലതുണ്ട്, പുറത്തു വരേണ്ടത് ചിലതുണ്ട്, ഇരുട്ടിൽ കിടക്കുന്നത് ചിലതുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ പോക്കിയെടുത്ത് ഇതിനകത്താക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായി ദൂത് കൈമാറുക. സ്തോത്രം. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അന്നത്തെ ലോകത്ത് യുദ്ധം പുരുഷന്മാരുടെ പണിയായിരുന്നു. ഏതാണ്ട് 920 സീസറയെ തോൽപ്പിക്കാൻ ദൈവത്താൽ പറഞ്ഞ പുരുഷനായ ബാലാക്ക് പോലും പേടിച്ചു. ഹല്ലേലൂയ. പേടിച്ചപ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് 2 സാധുക്കളായ സഹോദരിമാരെയാ. ദൈവം തെരഞ്ഞെടുത്തത് ആരെയാ? 2 സഹോദരിമാരെയാ തെരഞ്ഞെടുത്ത്. ഒരു പ്രശംസയും ഇല്ലാത്ത, ഒരു പുകഴ്ചയും ഇല്ലാത്ത, ഹല്ലേലൂയ, ഒന്നും അവരുടെ ജീവിതത്തിൽ പ്രശംസിക്കാനില്ല. ദൈവം തെരഞ്ഞെടുത്തത് ആരെ? 2 സഹോദരിമാരെ. ലെപ്പിപ്പോത്തിന്റെ ഭാര്യ എന്ന് മാത്രമേ അവിടെ സംബോധന ചെയ്തിട്ടുള്ളൂ. എന്നാൽ ദൈവം കൊടുത്ത ഒരു പ്രവചന ശുശ്രൂഷ, ദൈവം സ്തോത്രം ചില ജഡ്ജ്മെന്റ് അവര് വരുമ്പോൾ അവരെ കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങളെ, വരാൻ പോകുന്ന ചില ഭാവിയുടെ വരാൻ പോകുന്ന സംഭവങ്ങളെ പ്രവചിച്ചവരോട് പറയുവാൻ തക്കോണം ഒരു ന്യായാധിപതിയായിട്ട് ഒരു സാധു സ്ത്രീയെ, ഒരു ദെബോറയെ സ്വർഗം തെരഞ്ഞെടുത്തു. ഒരു യായാലിനെ നമുക്കറിയാം, ആ തന്റെ ഭർത്താവ് ഉൾപ്പെടെ ആ സീസരെയും ആ യാബീനും ഒക്കെ തന്റെ ഭവനത്തിൽ കടന്നു വരികയും അവരോട് കൂട്ടുകെട്ട് ഉണ്ടാക്കി ഇസ്രായേൽ ജനത്തെ എങ്ങനെ തകർത്ത് കളയുവാൻ അവിടെ വന്ന് സ്തോത്രം കൂടാരത്തിനകത്ത് പല തന്ത്രങ്ങളും മെനയുമ്പോൾ വർഷങ്ങൾ കൊണ്ട് ഭർത്താവിന്റെ കൂട്ടുകെട്ടും അവരുടെ സംസാരവും ഗ്രഹിച്ച യായേൽ എന്ന ആ സാധു സ്ത്രീക്ക് ഒന്നും ചെയ്യുവാൻ കഴിവില്ല. പക്ഷെ അവൾക്ക് ഒരു കാര്യം അറിയായിരുന്നു. കൂടാരത്തിനകത്ത് അവൾ എന്ത് ചെയ്തു? വർഷങ്ങൾ, 1-2 വർഷമല്ല, അവൾ എന്ത് ചെയ്തു? സ്തോത്രം 10-30 വർഷം ദേവസനയിൽ അവൾ ഇടിവിൽ നിന്ന് കരയുവാനിടയായിരുന്നു. ഒറ്റയ്ക്ക് കരഞ്ഞു. സ്തോത്രം. കൂടാരത്തിനകത്ത് കരഞ്ഞു. അവൾ എന്തിനാ കരഞ്ഞത്? ദൈവമേ, ഈ ജനത്തിനൊരു വിടുതൽ കൊടുക്കണം. ദൈവമേ, ഈ ജനത്തിനൊരു ഉദ്ധാരണം കൊടുക്കണം. ദൈവമേ, നിന്റെ കൈയാൽ ഈ ജനത്തെ നീ പുറത്തു കൊണ്ടുവരണം. എതിരായി നിൽക്കുന്ന ശത്രുവിനെ എന്ത് ചെയ്യണം? നീ തകർത്ത് കളയണം. അതായിരുന്നു യായേലിന്റെ പ്രാർത്ഥന. സ്വർഗത്തിലെ ദൈവം കേട്ടോ? സ്വർഗത്തിലെ ദൈവം കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ആഞ്ചിമാരെ, പ്രിയ സഹോദരിമാരെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും.
ദൈവം പ്രാർത്ഥന മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. അങ്ങനെ സ്തോത്രം. ദൈവം രണ്ട് സ്ത്രീകളെ, ദെബോരയെ യായേലിനെ, അതായത് രോഗം വില കൽപ്പിക്കാത്തവരിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. ലോകം നമുക്ക് വില കൽപ്പിക്കത്തില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവവൈതന്യ സ്വർഗം എന്ത് ചെയ്യും? വില കൽപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-21 അവിടെ സ്തോത്രം ഒരു ഇതുണ്ട്. നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു, കീശോന്തോട് അവരെ ഒഴുക്കിക്കളഞ്ഞു. ഒരു വാളും എടുക്കാതെ ദൈവം മഴയും വെള്ളവും വെള്ളപ്പൊക്കവും ഉപയോഗിച്ചു ശത്രുവിന്റെ രഥങ്ങളെ തകർത്തു. ഹല്ലേലൂയ. നോക്കൂ, ഒരു സ്തോത്രം വാളുണ്ടോ കുന്തമുണ്ടോ ഒന്നുമില്ലെന്നേ. സ്തോത്രം. അതുകൊണ്ട് ആകാശത്തിൽ ഹല്ലേലൂയ സ്തോത്രം നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തെന്ന വചനം പറയുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ കയ്യില് കുന്തവും രഥവും ഒന്നും വേണ്ട. ദൈവം ചിലത് കൊണ്ട് എന്ത് ചെയ്യുക? നക്ഷത്രങ്ങളെ പോലും പ്രകൃതിയെ പോലും ആയുധമാക്കി ദൈവം യുദ്ധം ചെയ്ത് നമുക്ക് വേണ്ടി സ്വർഗം എന്ത് ചെയ്യും? ഇറങ്ങി വരുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രപഞ്ചത്തെ പോലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം അടക്കിയിരുത്തത്തില്ല. നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ബാരാക്കിനോട് പറഞ്ഞു, ബാരാക്കേ നീ പോണം, നീ കീശാൻ തോട്ടിൽ ഇത്ര പേരുമായിട്ട് നീ പോണപ്പോൾ ബാരാക്ക് പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാ. 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസറയെ തകർത്ത് കളയുവാൻ, യാബിനെ തകർത്ത് കളയുവാൻ ഒരു ബാരാക്ക്, ഒരു പുരുഷൻ മടിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവൾ എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ. പുരുഷൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. പക്ഷേ സ്തോത്രം, ആ ദൗത്യം എന്ത് ചെയ്തു? ദെബോറ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവള് പറഞ്ഞു, ഞാൻ പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പോകാം. സ്തോത്രം. പക്ഷെ അവൾ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് സ്തോത്രം ദൈവം തന്റെ മഹത്വം നിന്നിലൂടെ ഒരു സ്ത്രീയിലൂടെ ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് പ്രഭാതത്തിൽ വായിക്കുന്ന ദേവദാസിമാരെ, നമ്മളിലൂടെ ഒരു മഹത്വം സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. നമ്മളിലൂടെ ദൈവത്തിന്റെ മഹത്വം പുറത്തു വരണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകണം. എങ്ങനെയാ യുദ്ധം ചെയ്യുന്നേ? പ്രാർത്ഥനയാകുന്ന യുദ്ധം. ഹല്ലേലൂയ. പ്രാർത്ഥനയാ. നമ്മൾ പോർക്കളത്തിൽ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഈ അല്പസമയം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പറയാനിടയായി തീർന്നു. സ്തോത്രം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നഫ്താലി പോർക്കടമേലുകളിൽ എന്നാ പറഞ്ഞത്, സെബൂലൻ പ്രാണനെ ത്യജിച്ച ജനമെന്നാ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം 2 ഗോത്രത്തെ തെരഞ്ഞെടുത്തു യുദ്ധം ചെയ്യുക. ഒന്ന് ആരാ? നഫ്താലി, ഒന്ന് സെബൂലൂനൻ. അവരാരാ? അവരുടെ വിശേഷം എന്താ? സെബൂലൻ എന്ന് പറഞ്ഞ പ്രാണനെ ത്യജിച്ച ജനമാ. ഏത് പ്രാർത്ഥനയ്ക്കുമുണ്ട്, ഏത് ആരാധനയ്ക്കുമുണ്ട്, എന്ത് വില കൊടുത്തും പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും സഭയുടെ കാര്യത്തിന് മുന്നിലുണ്ട്. സ്തോത്രം. എന്നാൽ നഫ്താലി പോർക്കടമേലുകളിലെ യുദ്ധം ചെയ്ത സമയം പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ജയം നേടുന്ന ഒരു നഫ്താലി. എന്നാൽ പിന്നീട് പുസ്തകം വായിച്ചു വരുമ്പോൾ, ചരിത്രം വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ നഫ്താലിയുടെയും സെബൂലൂന്റെയും ദേശത്തേക്ക് എന്ത് ചെയ്തു? കൂരിരൽ വ്യാപിച്ചു, അന്ധതമസുണ്ടായി, തിമിരം ബാധിച്ചു. പക്ഷെ അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എവിടെയാ? ഓർക്കട മേലുകളില്ല. ഞങ്ങളെ ആരാ? ഞങ്ങള് പ്രാണനെ തേച്ച ജനമാ. പണ്ടത്തേലൊക്കെ നമ്മൾ ഇപ്പോഴും കൈവച്ചോണ്ടിരിക്കുക. സ്തോത്രം. ഉണ്ടെന്ന് വെച്ചോണ്ടുമ്പോ ദൈവം പറയും, ഇല്ല കുഞ്ഞെ, ഇപ്പോൾ ഇരുള് മൂടിക്കിടക്കുക, ഇപ്പോൾ നീ അന്ധകാരത്തിൽ കിടക്കുക, ഇപ്പോൾ നിനക്ക് തിമിരം ബാധിച്ചിരിക്കുക. എന്താ തിമിരം? നമുക്കറിയാമല്ലോ. 50-45 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണിന് സർജറി പലർക്കും ചെയ്യും. എന്താ? കണ്ണിനകത്ത് സ്തോത്രം നമ്മൾ പറയോ, കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുക, അല്ലെ? പാട കെട്ടിയിരിക്കുക, ഒന്നും കാണുന്നില്ല. ഇപ്പോൾ സ്തോത്രം വർഷങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് തിമിരം ബാധിച്ചെന്നാ വചനം എഴുതിയിരിക്കുന്നത്. കണ്ണ് കാണത്തില്ല, പാട മൂടിക്കെട്ടിരിക്കുക, ദൈവപ്രവൃത്തി നടക്കത്തില്ല. പണ്ട് ആരായിരുന്നു? ഞങ്ങള് നഫ്താലിയായിരുന്നു, പോർക്കടമേലുകളിലായിരുന്നു, ഞങ്ങള് പ്രാണനെ തേച്ച ജനമായിരുന്നു. പക്ഷേ
ഇപ്പോൾ ഇരുളിലും അന്ധതമസിലും കിടക്കുക. സ്തോത്രം. പക്ഷെ ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം യുദ്ധം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്ത 2 ഗോത്രമാ. സ്തോത്രം. അവർ യുദ്ധം ചെയ്തു. നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ദെബോറ മുന്നിലേക്ക് വന്നു. അവള് സ്തോത്രം ഹല്ലേലൂയ ഒരു മടി കൂടാതെ അവള് യുദ്ധത്തിന് മുൻനിരയിൽ ബാരാക്കിനെ അവള് ഉത്തമിപ്പിച്ചുകൊണ്ട് അവള് യുദ്ധത്തിന് വേണ്ടി സ്തോത്രം എന്തില്ല ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോയി. സ്തോത്രം. പക്ഷേ അവിടെ അസാധ്യം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ചിലതൊക്കെ എന്ത് ചെയ്തു? ശത്രുവിന്റെ മുമ്പിൽ സാധ്യമാക്കി ദൈവം തീർത്തു. ഹല്ലേലൂയ. അതുപോലെ യായേൽ പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരം ഒന്നും വേസ്റ്റ് ആക്കി കളഞ്ഞില്ല. അവൾ തന്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നും കരഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം, ഞാൻ പറയട്ടെ ദൈവ പൈതലേ, പ്രിയ സുബിസിസ്റ്ററെ, ഒരാളും മതി വിശ്വാസമുള്ള ഹല്ലേലൂയ ചേർന്ന് നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും വേണ്ട. ഇന്നത്തെ ജനത്തിന് ഇതൊന്നും വേണ്ട. എല്ലാം മതിയായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഇന്നും ഇന്നും നേരത്തെ ഞാൻ സഹോദരിമാരോട് പറഞ്ഞു, അർദ്ധരാത്രികൾ കടന്നു വരുന്നത് നമുക്ക് എന്താ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു, രാജ്യങ്ങളൊക്കെ അടയ്ക്കുമെന്ന്, എയർപോർട്ടുകളൊക്കെ അടയ്ക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? നന്മകൾ മുടങ്ങിപ്പോകുന്നു, ശമ്പളങ്ങൾ സ്തോത്രം ഇല്ലാതായി പോകുന്നു, വീട്ടിനകത്തിരുന്ന് സ്തോത്രം വർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിച്ചോ? നമ്മൾ വിചാരിക്കാത്ത പലതുമാണ് എന്ത് ചെയ്യുക സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാ? കുറെ കൂടി ഒന്ന് പ്രാർത്ഥിപ്പാൻ, കുറെ കൂടി ഒന്ന് കരയുവാൻ, കുറെ കൂടി ഒന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ. ദൈവവേദലേ സ്തോത്രം. രാജ്യങ്ങളിലും പട്ടണങ്ങളിലും സംസ്ഥാനങ്ങളിലും സ്വർഗം നമ്മളെ കണ്ടിരിക്കുക. ഒരു ദെബോറയെ പോലെ ഭീഷണമുള്ളവളായി, ഒരു യായേലിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായി സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യാ? പുറകോട്ട് പോകല്ലേ എന്ന് പരിശുദ്ധാത്മാവ് പറയുക. സ്തോത്രം. അതെ സ്തോത്രം. ഹല്ലേലൂയ. ദെബോര പാട്ടുപാടി യുദ്ധം ജയിച്ചു. അവള് പറയുന്നുണ്ട്, യഹോവേ നിന്റെ സകല ശത്രുക്കൾ ഇവണ്ണം നശിച്ചു പോകട്ടെ, നിന്നെ സ്നേഹിക്കുന്നവരാ ശക്തിയോടെ ഉദിക്കുന്ന സൂര്യനെ പോലെ ആകട്ടെ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരായി മാറും? സൂര്യനെ പോലെയായി മാറും. ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നവരായി മാറും. സൂര്യനെ പോലെ പ്രകാശമുള്ളവരായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു വിടുതൽ നടത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വഴിയിൽ കൂടി ദൈവിക പദ്ധതി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞകാല ജീവിതത്തിൽ അല്ലേ മേരിയാൻറ്റി, കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെയാണോ നമ്മുടെ ജീവിതത്തിൽ പലതും നടന്നത്? നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി. ഇല്ല ആന്റി? ഇന്ന് ആന്റി സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്കുന്നത് ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ വിചാരങ്ങളും വലിയ ശ്രേഷ്ഠത. ദൈവ പൈതലേ, നമ്മുടെ വിചാരങ്ങൾ പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. ദെബോറയെ പോലെ നിൽക്കാൻ പറ്റുമോ? ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ പറ്റുമോ? യായേലിനെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയാ, എന്റെ നിഘണ്ടുവിൽ അസാധ്യം എന്ന് പറയുന്ന ഒരു കാര്യവുമില്ല. അസാധ്യങ്ങളെ ഞാൻ ആരാ? സാധ്യമാക്കുന്ന ദൈവമാ. സാധുക്കായ 2 സ്ത്രീയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് ഒരു ഉദാഹരണം കൊടുത്തെങ്കിൽ, അവരുടെ പേര് പുറത്തു വന്നെങ്കിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യായേൽ എന്ന സ്ത്രീയുടെ പേര് കൂട്ടിച്ചേർത്തെങ്കിൽ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവിക പദ്ധതി അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാ. സ്തോത്രം. വില കൊടുക്കാൻ തയ്യാറാണോ? കരയാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇന്ന് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഇരുട്ട് വ്യാപിച്ചുകൊണ്ട്, അന്ധകാരം മൂടിക്കൊണ്ട്, തിമിരം ബാധിച്ചുകൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ ജനമായിരിക്കുമ്പോൾ തിമിരം ബാധിച്ച ദേശത്ത് എന്റെ കർത്താവ് കടന്നു വന്നപ്പോൾ അവിടെ തിമിരം മാറി ഒരു പ്രകാശം ഉദിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരണം. ദൈവം നമ്മുടെ അടുത്തേക്ക് വരണം. ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ ആളുമാറുകളെ പോലെ ആയിത്തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നമുക്കറിയാം വാഗ്ദത്തമുള്ള പത്രോസിനെ നമുക്കറിയാം. സ്തോത്രം. ഹേരോദാവ് എന്ത് ചെയ്തു? യാക്കോബിനെ വാൾ കൊണ്ടുകൊന്നു. എന്നാൽ സ്തോത്രം പത്രോസിനെ കൊല്ലുവാൻ
അവര് പിറ്റേ ദിവസം പെസക കഴിഞ്ഞിട്ട് സ്തോത്ര സഭയുടെ മുമ്പിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തുവാൻ പത്രോസിനെ ചങ്ങലയിട്ട് ഹല്ലേലൂയ അവിടെ ബന്ധിച്ചിരിക്കുമ്പോൾ, കാവൽ ചെയ്തിരിക്കുമ്പോ അവിടെ പറയുന്നുണ്ട് പത്രോസ് ഉറങ്ങി. പക്ഷേ അവിടെ ഒരു വചനം പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ദൂതൻ ചെങ്ങലയല്ല തൊട്ടത്, ദൈവൻ പത്രോസിനെ തട്ടി. ഹല്ലേലൂയ, പത്രോസിനെ തട്ടിയപ്പോൾ ചെങ്ങല അഴിഞ്ഞു വീണു. ഇന്ന് ദൈവം നമ്മളെ തൊട്ടാൽ നമ്മുടെ ചില ചെങ്ങലകൾ അഴിഞ്ഞു വീടും, നമ്മുടെ ചില അവസ്ഥകൾ മാറും. ഹല്ലേലൂയ, നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ, ദൈവസ്ഥിതികളെ വ്യത്യാസം പറ്റി കെട്ടിവെച്ചിരിക്കുന്ന, പുറത്തു വരാൻ കഴിയത്തില്ല, പുറത്തു വരത്തില്ലെന്ന് വാദിക്കുന്ന ചില പ്രതികൂലങ്ങൾ സ്വർഗം എന്ത് ചെയ്യും? നമ്മളെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവൃത്തി ദൈവം ഈ ഗ്രൂപ്പിനകത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഐക്യത എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ വിശാലതയുണ്ട്. ഹല്ലേലൂയ, എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഹല്ലേലൂയ വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാരെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിവില്ലെന്ന് നിങ്ങൾ പറയാം. ഹല്ലേലൂയ, എന്നാൽ നിങ്ങളിലൂടെയൊക്കെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഒരു വാക്കു മതി. മറ്റുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ഒന്ന് തലയിടുവാൻ, സാരമില്ലെന്നൊന്ന് പറയുവാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ സിസ്റ്റർ എന്ന് പറയുവാൻ ഈ വാക്കു മതിയെന്നേ. അതാ ദൈവത്തിന് ഇഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലെ സ്തോത്രം കടന്നു വന്ന ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സ്തോത്രം മോനു ഷോമോൻ എന്നാണ്. ഞാൻ പുനലൂർ പട്ടണത്തിൽ തൂക്കുപാലത്തിന്റെ അടുത്ത്, ഏതാണ്ട് സ്തോത്രം തൂക്കുപാലത്തിന്റെ അവിടെ ഏതാണ്ട് 5 മിനിറ്റ് പോലുമില്ല എന്റെ സ്തോത്ര ഭവനം. തൂക്കുപാലത്തിന്റെ തൊട്ടടുത്ത് ചർച്ച് ഓഫ് ഗോഡ് എന്ന ദൈവസഭയുടെ 22 സഭകളുടെ ആ മെയിൻ സെന്റർ സഭയിലെ ഒരു വിശ്വാസിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ചർച്ച് ഓഫ് ഗോഡിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ഗോഡിന്റെ സ്തോത്രം കൊട്ടാരക്കര സോണലിന്റെ 14 സെന്ററിന്റെ ചില ഉത്തരവാദിത്തങ്ങളും സ്വർഗം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതല്ല എന്റെ ദൗത്യവും ഡ്യൂട്ടി. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ മാതാപിതാ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രം സാമുദായിക ഓർത്തഡോക്സ് കുടുംബത്തിൽ ഏതാണ്ട് സ്തോത്രം 7 പെൺകുട്ടികളിൽ ഏറ്റവും ഇളയ കുഞ്ഞായിട്ടാണ് എന്റെ വീട്ടിൽ എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ജനിക്കാനായിരുന്നത്. എന്റെ ബാല്യവും എന്റെ കൗമാരവും എന്റെ യൗവനവും എല്ലാം സ്തോത്രം ഹല്ലേലൂയ കോട്ടയം പട്ടണത്തിന്റെ മണ്ണിൽ ആയിരുന്നു. സ്തോത്രം. എന്നൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു. പുണ്യാളിന്റെ മാതാവിന്റെ ഒക്കെ സ്തോത്രം പാരമ്പര്യത്തിൽ അവർക്ക് കൊടുത്തു, അവരെ ആരാധിച്ചു, അവരെ സേവിച്ചു. അവരോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് ശാപമാനമൊക്കെ കരുതി അതൊരു കുടുംബത്തിൽ എല്ലാ വർഷത്തിലും മെയ് മാസം കോഴി വെട്ടും, നേരത്തെ അപ്പം ചുട്ടും ഒക്കെ അങ്ങനെ സ്തോത്രം കൂട്ടായ്മ ഗീവർഗീസിന്റെ യുവക്കൂട്ടിന്റെ മുന്നിൽ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കേൾക്കാമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിലെ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മാത്രം, ദൈവത്തിന് മാത്രം. വോയിസ് പെട്ടെന്ന് ക്ലിയർ ആവുന്നില്ല. ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. എന്നെ വേറൊരു ഫോണിലേക്ക് അത് ഇത് ചെയ്തു. സ്തോത്രം. ശിവന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ഒരു സെക്കൻഡ്, ഫോണൊന്ന് ആമേൻ. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? കാണാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. സ്തോത്രം. പറഞ്ഞത് ആ കാര്യം സ്തോത്രം ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം എന്റെ
കൊച്ചു പ്രായത്തിൽ ഏതാണ്ട് എനിക്ക് 8 വയസ്സ് കഴിഞ്ഞ സമയത്ത് എന്റെ കാലുകൾ രണ്ടും അരയ്ക്ക് കീഴ്പോട്ട് ഒരു ദിവസം കൊണ്ട് തളർന്നു പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടുകാർ പെൺകുട്ടികളുമായി, പ്രത്യേകിച്ച് എന്റെ സഹോദരി, എന്റെ നേരെ മൂത്ത ചേച്ചിയുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ മഴ വന്നു. ആ മഴ വന്നത് മൂലം എല്ലാ പിള്ളേരും ഓടി, പക്ഷെ എനിക്ക് ഓടാൻ പറ്റിയില്ല. ഞാൻ അവിടെ കരഞ്ഞു. ആൾക്കാരെല്ലാം വന്ന് ഓടി വന്ന് എന്നെ പൊക്കിയെടുത്തു. എന്റെ കാലുകൾ തറയെ കുത്താൻ വയ്യാത്ത വേദനയായപ്പോൾ എന്നെ നേരെ അവിടുന്ന് സ്തോത്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് എന്റെ കാല് രണ്ടും എന്റെ അരയ്ക്ക് കീഴ്പോട്ട് പാരലൈസിസ് ആയി പോയി. ഒരു ദിവസം കൊണ്ട്, ഏതാനും സെക്കൻഡ് കൊണ്ട് സ്തോത്രം എനിക്ക് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. സ്തോത്രം അങ്ങനെ മെഡിക്കൽ കോളേജിൽ നീണ്ട വർഷങ്ങൾ കാല് രണ്ടും സ്തോത്രം തളർന്ന് ഹല്ലേലൂയ മെഡിക്കൽ കോളേജിൽ കടന്നപ്പോൾ അവസാനം ഒരു തരത്തിലും ഞാന് മുന്നോട്ട് സ്തോത്രം കാല് വെക്കത്തില്ല, നീ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് അവിടുന്ന് വീൽ ചെയർ സ്പോൺസർ ചെയ്യുകയും എന്നെ വീൽ ചെയറിലാക്കുകയും സകലതും സ്തോത്രം ബെഡ്പാനും മറ്റും എല്ലാം ബെഡിലാ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ പിതാവ് സ്തോത്രം കയറി ഇറങ്ങാത്ത, നേർച്ച കാഴ്ചകൾ ചെയ്യാത്ത അമ്പലങ്ങളില്ല, പള്ളികളില്ല. സ്തോത്രം എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ ഒത്തിരി അപ്പച്ചന്മാര് ട്രാക്റ്റുമായിട്ടൊക്കെ അവിടെ കടന്നു വരും. എന്നാൽ സ്തോത്രം ഞാനതൊക്കെ മേടിച്ച് എന്റെ തലയിണ കീഴി വെക്കും, കൊച്ചല്ലേ. എന്നാൽ അതൊന്നും വായിച്ചത് ഗ്രഹിക്കാനുള്ള ആ സ്തോത്രം ഒന്നും ബുദ്ധിയോ ജ്ഞാനമൊന്നും എനിക്കില്ല. എന്നാൽ എന്റെ പിതാവ് അതൊന്നും വായിക്കാനോ അതൊന്നും സ്തോത്രം പ്രവർത്തിക്കാനോ ഒന്നും എന്റെ പിതാവ് സമ്മതിക്കത്തില്ല. കാരണം പാരമ്പര്യം വിട്ടൊന്നും ചെയ്യുവാൻ എന്റെ പിതാവിന് ഇഷ്ടമല്ലായിരുന്നു. സ്തോത്രം യേശു ആരാന്നൊക്കെയുള്ള ട്രാക്റ്റുകളൊക്കെ കൊണ്ടുതരുമ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുന്നതല്ലാതെ കാലുകൾ ചലനശേഷി നഷ്ടപ്പെട്ട ഞാൻ അന്ന് സ്തോത്രം ഒത്തിരി ഭാരപ്പെട്ടു. അവസാനം എന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ മറ്റുള്ള പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ സ്തോത്രം എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിത്തീരും, അവളെ നോക്കുവാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞി ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന നല്ലെന്ന് പറഞ്ഞു എന്റെ പിതാവ് സ്തോത്രം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം എന്നാൽ സ്തോത്രം എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇനി വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ തുടങ്ങിയപ്പോൾ എറണാകുളത്തുള്ള കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു അവർക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു രോഗമായത്, കാല് തളർന്നു പോകുക എന്നതിലപ്പുറമായി എന്തൊക്കെയോ രോഗങ്ങൾ എന്റെ ശരീരത്തിൽ അവർ കണ്ടു. ഒരാഴ്ചത്തെ എന്നെ ഒരു ഒബ്സർവേഷന് വേണ്ടി വീണ്ടും എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. ആ ഡോക്ടേഴ്സ് അവിടെ കടന്നു വന്നു. ഒരാഴ്ചത്തെ അവരെന്നെ നോക്കി, അവരും പറഞ്ഞു ഇല്ല, നടക്കത്തില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനേക ട്രാക്റ്റുകൾ എന്റെ തലയിണ കീഴിലുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുമില്ല. എന്റെ കുടുംബം മൊത്തം സ്തോത്രം ഓർത്തഡോക്സിന്റെ പശ്ചാത്തലത്തിൽ പുണ്യാളിനോട് പ്രാർത്ഥിക്കുന്ന കാലഘട്ടം. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ മറന്നു കളഞ്ഞില്ല കേട്ടോ. അനേക ട്രാക്റ്റുകൾ എന്റെ തലക്കീഴിലിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം എന്നെ വിടുവിച്ചത് ആരാന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു ഡോക്ടർ എന്നെ പിടിച്ച് എന്റെ കാല് താറെ കുത്തി. ഡോക്ടർ 2 ദിവസം സ്റ്റെപ്പിനെ വെപ്പിച്ചു. അടുത്ത ദിവസം അവർക്ക് പരാജയം. 2-ാമത്തെ ദിവസം അവർ പരാജയപ്പെട്ടു. 3-ാമത്തെ ദിവസം അവർ പരാജയപ്പെട്ടു. 4-ാമത്തെ ദിവസം അവർ എന്തൊക്കെയോ ഒരു ചലനങ്ങൾ കാലിൽ നടക്കുന്നുണ്ട്. എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും, യേശുപ്പച്ച എനിക്ക് സ്തോത്ര സൗഖ്യം തരണമേ എന്ന് മാത്രം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞു പ്രായത്തിൽ. എന്നാൽ സ്തോത്രം ഞാൻ പറയട്ടെ, ഒരാഴ്ചക്കുള്ളിൽ സ്വർഗത്തിലെ ദൈവം എന്റെ കാലിന് മൂവ് ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഞാൻ ഭവനത്തിൽ കടന്നുപോയി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ എന്റെ കാലിന് സ്തോത്രം എണ്ണയാക്കിയിട്ട് തിരുമി. ഞാൻ പറയട്ടെ സ്തോത്രം 2026 തീയതി ഈ 5-ാം മാസം ഈ 22-ാം തീയതി നിങ്ങളുടെ മധ്യേ ഞാൻ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നതുകൊണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതി ചേർത്തത് കൊണ്ട് സ്വർഗം എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം പിന്നീട് സ്തോത്രം ഹല്ലേലൂയ സ്കൂളിലൊക്കെ കടന്നുപോയി. ഏത് ദൈവമാ എന്നെ വിടുവിച്ചെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ മാതാവാണോ പുണ്യാളനാണോ അത് അമ്പലത്തിന്റെ ശക്തികളാണോ ഏത് ദൈവങ്ങളാ വിടുവിച്ചെന്ന് എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. സ്തോത്രം അവരും ഇങ്ങനെ തന്നെ സ്മൂത്തായി പോകാൻ ഇടയായി തീർന്നു. എന്നാൽ സ്തോത്രം പഠിച്ചു. ഹല്ലേലൂയ 10-ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് സ്തോത്രം പോകാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്തോത്രം നേഴ്സിംഗിന്റെ അഡ്മിഷൻ കടന്നു വരികയും അങ്ങനെ നേഴ്സിംഗ് പഠിക്കുകയും അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഡൽഹി പട്ടണത്തിൽ ചെന്നപ്പോൾ എന്റെ ഹോസ്റ്റലിൽ മൊത്തം ഉണ്ടായിരുന്നത് ദേവദാസന്മാരുടെ മക്കളായിരുന്നു. എന്റെ കൂടെ ഹോസ്റ്റൽ മേസ്റ്റ് ആയിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന. എന്നാൽ ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ ആരാധനയും ഇവരുടെ ഉപവാസം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നവരെ കർഷിപ്പിച്ചു കളയുവാൻ, ഇവരെ പ്രാർത്ഥന ഇല്ലാതാക്കുവാൻ പല കുറി ഹലയിൽ അവിടെ ചെന്ന ഡോക്ടറോട് സംസാരിക്കുകയും ഹലലിയ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇവരോട് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഇഷ്ടമല്ല, ഇവർ ആരാധന എനിക്ക് ഇഷ്ടമല്ല, കാതിലും കഴുത്തിലും ഇടാത്ത ഈ ജാതി എന്തോ ഒരു പ്രത്യേക ജാതിയാണെന്ന് ഞാൻ പറയുവാൻ, എന്റെ അഹങ്കാരത്തിൽ പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഡോക്ടർ എന്നോട് മനസ്സിലെ ഒരു ഓട്ടിസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമുണ്ട്, അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് റൂം തരാന്ന് പറഞ്ഞു. ഇനി എന്നെ സെപ്പറേറ്റ് റൂമിൽ പാർപ്പിച്ചു. അവിടെ എന്റെ പിതാവ്, ഞാൻ പെട്ടെന്ന് ഓടിച്ചു വരാൻ സമയമില്ല, എന്റെ പിതാവിനോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റീരിയോ കൊടുത്തു വിട്ടു. ആ സ്റ്റീരിയോയ്ക്കകത്ത് യേശുദാസിന്റെയും ചിത്രയുടെയും, പ്രത്യേകിച്ച് അവിടെ ചെന്നപ്പോ സോനു നിഗമിന്റെ ഒക്കെ പാട്ട് കേട്ട് ഇവരുടെ പ്രാർത്ഥനയെ ശല്യപ്പെടുത്തുക എന്നുള്ള ദൗത്യമായിരുന്നു എന്റേത്. രാപ്പകൽ ഇവര് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒറ്റിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ചിലപ്പോ പ്രഭാതത്തിൽ 2 മണിക്ക് 1 മണിക്കൊക്കെ കടന്നു വന്ന് കുളിച്ചിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ കടന്നിട്ട് ഉറക്ക പാട്ട് വെച്ച് കടന്നുറങ്ങും. അല്ലെങ്കിൽ ബൈബിളുമായിട്ട് എനിക്ക് ബന്ധമില്ല, ദൈവവുമായിട്ട് എനിക്ക് ബന്ധമില്ല. എന്റെ പാരമ്പര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു, എന്റെ സൗന്ദര്യത്തിൽ ഞാൻ ഏറ്റവും അധികം അഹങ്കരിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതി ചേർത്ത് വെച്ചു. കാലയിൽ ഒരു ദിവസം ഞാൻ ഇവരെ വെല്ലുവിളിച്ചു, ഒരു ദിവസം നീ ഞാൻ പോകുന്ന ഗോൾഡൻ കാന ചർച്ചിൽ വരാമെങ്കിൽ നിങ്ങളുടെ പെന്തക്കോസ്ത് സഭയിൽ ഞാൻ വരാന്ന് വെച്ചു. അവര് പറഞ്ഞു ഞങ്ങൾ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അന്ന് ആ ഒരു ഉപവാസ പ്രാർത്ഥന ദിവസം എനിക്ക് പെന്തക്കോസ്ത് സഭ എന്തെന്ന് അറിയത്തില്ല, പെന്തക്കോസ്തുകാരുടെ ആരാധന എന്തെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ ആ ചർച്ചിന്റെ ഏറ്റവും പുറകിൽ ചെന്നിരിക്കുമ്പോൾ അന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു കടുത്ത ദിവസം പറഞ്ഞു, നീ തന്നെ വന്നതല്ല, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. നിന്നെ ഞാൻ എന്റെ നാമം വഹിക്കുവാൻ, രാജ്യങ്ങളുടെ നടുവിൽ, പട്ടണങ്ങളുടെ നടുവിൽ, തെരുക്കോണുകളുടെ നടുവിൽ നീ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ ആ ദൂതനെ തള്ളി. എനിക്ക് ദൂത് എന്താന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ആ പാസ്റ്ററിനെ തെറ്റിപ്പോയതാ, ഞാൻ പെന്തക്കോസ്തുകാരിയല്ല. സ്തോത്രം. ഞാൻ ചിരിച്ചെങ്കിലും ആ ദേവദാസന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ഒരു ബോംബ് പോലെ വന്ന് പൊട്ടി. ഞാൻ കരഞ്ഞു, നിലവിളിച്ചു. ഞാൻ അവിടുന്ന് ഓടി ഹോസ്റ്റൽ റൂമിൽ വന്ന് റൂം അടച്ചിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞു എനിക്ക് എന്താ തരത്തിൽ വെപ്രാളം. എനിക്ക് സ്തോത്രം അല്ല, എന്തോ ആത്മഹത്യ ചെയ്താൽ മതി, എനിക്കൊന്നും ആകണ്ട, ഞാൻ പെന്തക്കോസ്തുകാരി ആകണ്ട. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറയട്ടെ ദൈവ പൈതലേ, സ്തോത്രം. എന്നാൽ എന്റെ ദൈവത്തിന്റെ പദ്ധതി, ഞാൻ ദൈവത്തിന്റെ പുസ്തകം ചുമക്കണമെന്നുള്ളത് കൊണ്ട് എന്റെ കർത്താവ് പിന്നീട് എന്നെ സന്ദർശിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഡ്യൂട്ടി മതിയാക്കുവാൻ, ജോലി ഉപേക്ഷിച്ചൊക്കെ നാട്ടിലേക്ക് ഓടിപ്പോവാനൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ എന്റെ ഏറ്റവും വലിയ ഒരു അഭയം എന്താ വെച്ചാൽ എന്റെ വിവാഹമായിരുന്നു. എന്റെ പിതാവ് സുഖമില്ലാതെ കിടന്നപ്പോൾ എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു. മിലിറ്ററി ഉദ്യോഗസ്ഥൻ കരിപ്പാടുള്ള എല്ലാ കാര്യങ്ങളും മിലിറ്ററി ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്റെ കാര്യങ്ങളെ, എന്റെ വിവാഹം എല്ലാം നിശ്ചയിച്ചു. എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചു. സാരി എടുത്തു, എല്ലാം എടുത്തു. അവിടെ ആൾക്കാർ വന്ന് കണ്ടു. വിവാഹത്തിന്റെ ഡേറ്റുകളെല്ലാം കുറിച്ചു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ലീവ് മേടിച്ചു. ഹല്ലേലൂയ. ഞാൻ പോകാൻ 15 ദിവസം ബാക്കി നിൽക്കെ സ്വർഗത്തിലെ ദൈവം ആ രേഖയെ തിരുത്തി എഴുതിയിട്ട് എന്റെ വിവാഹം സ്വർഗം മുടക്കി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ അറിയുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ കൊണ്ട് സ്വർഗം എന്റെ വിവാഹം നടത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോ. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ഭാര്യയായാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? കർത്താവ് എന്നെ തിരുത്തി എഴുതി. ഒത്തിരി ചരിത്രങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. സ്തോത്രം. പക്ഷേ ഞാൻ ദൈവത്തിന് വിവാഹം കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ബന്ധുക്കോസുകാരെ. ഞാൻ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട് എന്നിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷേ ഏത് ആൾക്കൂട്ടത്തിന് നടുവിലും കർത്താവ് ദൂത് വന്ന് പറയും, നീ എനിക്ക് വേണ്ടി നിൽക്കേണ്ടവളാ, നീ എനിക്ക് വേണ്ടി എന്റെ ശബ്ദമായി നിൽക്കേണ്ടവളാ. പക്ഷെ ഞാൻ എല്ലാം നിരാകരിച്ചു. ദൈവം എന്നോട് പറഞ്ഞ ആലോചനയെ ഞാൻ മാറ്റിക്കളഞ്ഞു. എനിക്ക് പ്രസംഗിക്കേണ്ട, എനിക്ക് വചനം പഠിക്കണ്ട, എനിക്ക് ബന്ധുക്കോസുകാരുടെ വീടുകൾ കയറി ഇറങ്ങണ്ട എന്ന് എനിക്ക് അറിയത്തില്ല പ്രസംഗിക്കാൻ. എനിക്ക് യഹോവയുടെ ഇടനാവുന്ന എവിടുന്ന് അറിയത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ പ്രസംഗിക്കുന്നേ? പക്ഷേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ എന്നെ മാനിച്ചാൽ ഞാൻ നിന്നെ മാനിക്കാം. ഹല്ലേലൂയ. ഇത് തന്നെ ദൂതുകൾ കേട്ട് ഞാൻ മടുത്തു. പലപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. ഹല്ലേലൂയ. എനിക്ക് മുന്നോട്ട് ജീവിക്കേണ്ട തലമുറ ജനിച്ചു. കുഞ്ഞുങ്ങളെ സ്തോത്രം. ഞാന് പെന്തക്കോസ്ത് ആയിരിക്കുമ്പോൾ തന്നെ ഓർത്തഡോക്സ് പള്ളിയിലേക്കും എനിക്ക് അവിടം വിട്ട് വരാൻ പറ്റത്തില്ല. എന്റെ പാരമ്പര്യം എനിക്ക് വിടാൻ പറ്റത്തില്ല. സ്തോത്രം. ഒത്തിരി പ്രതികൂലങ്ങൾ കൂടി ദൈവം എന്നെ കടത്തിവിട്ടു. ഞാൻ പറയട്ടെ ദൈവ പൈതലേ, ദൈവം എന്റെ സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചു. എന്റെ സൗന്ദര്യത്തെ സ്വർഗം ഒരു പുഴുവാക്കി മാറ്റി. എന്റെ ശരീരം മൊത്തം ദൈവം പുണ്ണ് വരുത്തി. എന്റെ കണ്ണ് മാത്രം, എന്റെ തല മാത്രം ഒഴിച്ച്
എന്റെ ശരീരം മൊത്തം ദൈവം പുണ്ണ് വരുത്തിച്ചിട്ട് ഒരാണാണോ ഒരു പെണ്ണാണോ എന്ന് അറിയാൻ മേലാതെ, ഓ ഫീമെയിലാണോ മെയിലാണോ എന്ന് അറിയാൻ മേലാതെ, ഓ സ്തോത്ര ഹർത്ത ഹല്ലേലൂയ, ഉടുതുണിയില്ലാതെ നിന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വഴി എന്റെ ശരീരം ഒരു പുണ്ണായി മാറി. എന്റെ ശരീരം ചൊറിഞ്ഞു, എന്റെ ശരീരം പഴുത്തു, എന്റെ ശരീരത്തിലെ ചിരട്ട, തേങ്ങാതിരവിയെ ചിരട്ടിയെടുത്താണ് എന്റെ ശരീരത്തെ, എന്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ആള് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ശരീരം മൊത്തം അവള് ചൊറിയുമ്പോ പഴുപ്പും ചലവും വരും. അത് വെള്ളത്തുണി കൊണ്ട് തുടയ്ക്കും. സ്തോത്രം. എന്റെ വീട്ടുകാർ പറഞ്ഞു ഇത് പുതുപ്പള്ളിയുടെ ശാപമാ, ഇത് പുണ്യാളന്റെ ശാപമാ, പള്ളി വിട്ടേന്റെ കുഴപ്പമാ. എന്നെ നേരെ അവർ ഇവിടുന്ന് കൊണ്ടുപോയി. അവിടെ അച്ഛന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊച്ചിനെ മടക്കി വരുത്തിത്തു, ഇത് പുണ്യാളന്റെ ശാപമാ, ഇത് പുണ്യാളന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും നിങ്ങൾക്ക്. അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് എനിക്ക് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊടുത്തിട്ട് വിവാഹബന്ധമൊക്കെ വേർപെടുത്തി കൊണ്ടുവരുവാൻ സ്തോത്രം അച്ഛൻ പുതുപ്പള്ളിയിൽ അച്ഛൻ പറയാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ അവിടെ എന്നെ മുറിക്കകത്ത് അച്ഛൻ പറഞ്ഞു മുറിക്കകത്തിട്ട് പൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് ചില തൈലൊക്കെ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് വീട്ടിനകത്ത് ഇരുത്താൻ പറഞ്ഞു. എന്റെ ചേച്ചിമാർ, എന്റെ മാതാവ് എല്ലാം അങ്ങനെ എന്നെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ സ്തോത്രം ഞാൻ ബൈബിള് കയ്യിലെടുത്തു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാം, ഞാൻ നിന്റെ ഹിതം ചെയ്യാം, എന്റെ സൗഖ്യം തരണമേ. ഞാൻ 61 സങ്കീർത്തനം, യഹോവേ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തിനെ വിളിച്ചപേക്ഷിക്കും, അത്യുന്നതമായ പാറയിലേക്ക് നീ എന്നെ നടത്തണമേ. അന്ന് രാത്രി എന്റെ ചേച്ചിമാർ ഇങ്ങനെ പറഞ്ഞു, പെന്തക്കോസ്താണ് പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, കുർബാനക്രമം ചൊല്ലിക്കോണം, അതിനകത്തൂടെ വിടുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ചിരിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് എന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. അമ്മ പറഞ്ഞു പ്രാർത്ഥിച്ചോ. റൂം അടച്ചിട്ടു. അല്ലെങ്കിൽ അന്ന് രാത്രി സ്വർഗം എന്റെ റൂമിൽ ഇറങ്ങി. സ്വർഗം എന്നോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുക. ഇതുപോലുള്ള രോഗികളെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ സൗഖ്യമാക്കുവാൻ വേണ്ടി നിന്നെ ഞാൻ ഈ ക്രൈസിസിലൂടെ കടത്തിവിടുക. നീ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചില്ലേ, ആ സൗന്ദര്യം പുഴുവാണെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. പുറപ്പെട്ടു പോക, വിട്ടുപോരുക, അശുദ്ധമായതൊന്നും നീ തൊടൽ, അവരുടെ നിന്ന് പുറപ്പെട്ടു പോരുക. നീ നിന്റെ കിടക്കം എടുത്തിട്ട് നിന്നെ വിവാഹം കഴിച്ച സ്ഥലത്തേക്ക് നീ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞു. എന്നാൽ ആദ്യത്തെ ദിവസം ഞാനത് കേട്ടില്ല, 2-ാം ദിവസം കേട്ടില്ല, 3-ാമത്തെ ദിവസം ശക്തമായി ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ അച്ചാച്ചനെ വിളിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും നിന്റെ വീട്ടുകാർ കൊണ്ടുപോയല്ലേ, അവരങ്ങ് നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അന്ന് മൊബൈലിന്റെ ഒന്നും വലിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാ. എന്നാൽ എന്നെ ഇവിടുന്ന് പെട്ടെന്ന് എന്റെ ഇവിടുന്ന് മമ്മിയൊക്കെ വന്ന് എന്നെ അവിടുന്ന് കൊണ്ടുപോകുന്നു. നേരെ യോഗിരാജിന്റെ ഒരിക്കലേക്ക്, ഇവിടെ തിരുവനന്തപുരത്ത് കേശവദാസപുരത്തുള്ള യോഗിരാജ് ഡോക്ടർ ഹോസ്പിറ്റൽ സർജറി അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്റെ ഈ സൈഡിന് ഈ വയറിന്റെ താഴെന്ന് ഒരു മാംസ കഷ്ണം എടുത്തൊരു ഡോക്ടർ പറഞ്ഞു, ഞാൻ ടെസ്റ്റിന് കൊടുക്കട്ടെ, ഇവിടെ അഡ്മിറ്റ് ആകു, റിസൾട്ട് വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ അത് സർജറി ചെയ്തു, അത് ബയോപ്സിക്ക് അയച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ഉദ്ദേശിച്ച ഒരു രോഗവും എന്റെ ശരീരത്തില്ല. ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രോഗമല്ല, ഈ രോഗത്തിന് എനിക്ക് മരുന്ന് തരണമെന്ന് എനിക്ക് അറിയത്തില്ല, ഇതൊരു അലർജി അല്ല, ഇത് മറ്റെന്തോ വിഷയമാണ്, നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് വീണ് അല്ലെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ഇവിടുത്തെ മമ്മി പ്രാർത്ഥിച്ചു, കരഞ്ഞു. സ്തോത്രം. ഡോക്ടർ ഒരു ചെറിയ ട്യൂബ് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് വീട്ടിൽ കൊണ്ടുപോയി പുരട്ടി നോക്ക്, ഇതിനകത്ത് എങ്കിലും ആശ്വാസം വരുവാണ്, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വെള്ള തുണി കൊണ്ട് പുതച്ച് ഇവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ വേണം ക്രീം പുരട്ടാൻ. ഡോക്ടർ പറഞ്ഞ് പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി. ഞങ്ങൾ ഇവിടെ വന്ന് കടന്നു. അന്ന് അർദ്ധരാത്രിയില് എന്റെ ഹസ്ബൻഡ് എന്റെ കൈ പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ഹസ്ബൻഡ് കരഞ്ഞു. ദൈവസ്ഥനെ ഒത്തിരി കരഞ്ഞു, അപ്പാ ഇതൊന്ന് മാറ്റിത്തരണം, എനിക്ക് വിടുതൽ തരണം, ഞാൻ നിന്റെ വേല ചെയ്തോളാം, നിന്റെ നാമമായി ഞാൻ നിന്നോളാം കർത്താവേ, ഒരു സെക്കൻഡ് പോലും ഞാൻ വെറുതെ ആക്കത്തില്ല. ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. പിറ്റേ രാത്രിയില് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ലൈറ്റ് കെടുത്താൻ പറഞ്ഞു. പുള്ളി പറഞ്ഞില്ല, ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, റൂമിൽ ലൈറ്റ് ഇല്ല. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ല, എന്തോ ഒരു പ്രകാശം വന്ന് അടിക്കുന്നു, എന്റെ ലൈറ്റ് കൊണ്ട് എന്റെ കണ്ണ് കാണാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു ശബ്ദം കേട്ടു. ഇങ്ങനെ വചനം ഇങ്ങനെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ, സ്വർഗത്തിലെ ദൈവമോ നിങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിക്കും, ആകിയാൽ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുന്നുള്ള
നെഹമ്യാവിന്റെ വചനം സ്വർഗം എനിക്ക് ഭിത്തിമേൽ കാണിച്ചു തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദർശനം കണ്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ മമ്മി എന്നെ വിളിച്ച് കഥക് കൊട്ടി തുറന്നു, മക്കളെ ക്രീം വരട്ടണ്ടേ, കുളിക്കണ്ടേ ചോദിച്ചപ്പോൾ എന്റെ തുണി മാറ്റി നോക്കിയപ്പോൾ ദൈവവൈതലേ, ആരുടെ കണ്ണിനും വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം പഴയതിലും സൗന്ദര്യത്തോടെ എന്റെ ശരീരം ഒന്നും ഒരു ക്രീം പോലും തേക്കാതെ ആദിത്യയിൽ അപ്പുറമായി എന്റെ ദൈവം എന്നെ ഒറ്റ രാത്രി കൊണ്ട് എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കാൻ ഇടയായി. എന്റെ ദേശത്തിന് അത് അറിവായി, പട്ടണത്തിന് ഒരു അറിവായി, സഭയ്ക്ക് ഒരു അത്ഭുതമായി ഞാൻ മാറി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ. ഓ സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, മലമേൽക്കറിയ. ഓ യോശുവ, മോശ, ഹല്ലേലൂയ, പർവ്വതത്തിൽ കയറിയ മോശ മടങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ തേജസ് കണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഭയം വന്നതുപോലെ വലിയൊരു തേജസ് എന്റെ മേൽ സ്വർഗം അയക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നീട് വീണ്ടും മുന്നോട്ട് പോയി. വീണ്ടും എനിക്ക് പ്രാർത്ഥിക്കാനും എനിക്ക് പ്രസംഗിക്കാനും ഒക്കെ എനിക്ക് മടി. ദൈവം പറഞ്ഞു, ബൈബിൾ കോളേജിൽ പോയി ദൈവത്തിന്റെ വചനം പഠിക്കാൻ പല ദേവദാസന്മാർ കൂടി ആലോചന കേട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ, 2 കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഒരു അമ്മയാ, എനിക്ക് അവരെ വളർത്തിയെടുക്കണം. എനിക്ക് ആൺകുട്ടികൾ, എനിക്ക് ആങ്ങളമാരില്ല, എനിക്ക് 2 ആൺകുട്ടികളെ ദൈവം തന്നു. എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ദൈവം പറഞ്ഞു, നിന്റെ തലമുറയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സ്തോത്രം പറയട്ടെ. വീണ്ടും ഞാൻ മടിച്ചു. ദൈവം വീണ്ടും എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ കുഴഞ്ഞു വീടും. എന്നിട്ട് സ്തോത്രം, കുഴഞ്ഞു വീണ് ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു 1/2 ബക്കറ്റ് ഞാൻ ഛർദ്ദിക്കും. അത് ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലേലും ഛർദ്ദിക്കും. അല്ലെ, സഭയ്ക്കകത്ത് ഞാൻ കുഴഞ്ഞു വീഴും, സഭയ്ക്കകത്ത് ഞാൻ ഛർദ്ദിക്കും. വളരെ പ്രതികൂലങ്ങളായി എന്നെ പെട്ടെന്ന് സഭ വളരെ വിഷയങ്ങളായി. പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലെല്ലാം കൊണ്ട് കാണിച്ചു. അവസാനം ന്യൂറോ സർജനെ മെഡിക്കൽ കോളേജിലുള്ള സാജി പ്രഭാകരൻ ഡോക്ടർ എനിക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങളെ 2 പേരെ നോക്കിയാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാം കൊണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല 2 ഭാര്യ ഭർത്താക്കന്മാർ. പിന്നെ ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ഞരമ്പിന്റെ ഈ സൈഡിൽ നിന്ന് ഒരു ഞരമ്പിന് എന്ത് ചെയ്യാ, ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടായി കുഞ്ഞ് ഛർദ്ദിക്കുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനന്ന് ഡോക്ടറിനെ MRI ഒക്കെ ചെയ്തു. ഞാൻ സ്തോത്രം അവിടെ വെച്ച് തീരുമാനമെടുത്തു, ഇനി എന്ത് വന്നാലും ദൈവമേ, ഞാൻ നിന്നോളെ ഇനി എന്റെ വാക്കു മാറ്റി പറയത്തില്ല. യോനാനെ പോലെ മർദ്ദലിച്ച് എന്നെ സ്വർഗത്തിലെ ദൈവം പിടിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ സമർപ്പിച്ചു കൊടുത്തപ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ 2 പേരെ നമുക്ക് തിരുവനന്തപുരത്ത് കഴക്കൂട്ട മിലിറ്ററി സ്കൂളിലേക്ക് ദൈവം അഡ്മിഷൻ കൊടുത്തു. അവരെ 2 പേരെ അവിടെയാക്കി. ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ പറയട്ടെ, പിന്നീട് ദൈവത്തിന്റെ അത്ഭുതകരം എന്റെ കർത്താവ് എന്നെ ദൈവം ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്നു. തെരുക്കോണുകളിൽ, പട്ടണത്തിനകത്ത്, സംസ്ഥാനങ്ങളില്, ഞാൻ പോകാത്ത സംസ്ഥാനങ്ങളില്ല. നേപ്പാൾ, സ്തോത്രം, രാജ്യങ്ങളിൽ പോലും, വാഗുകളിൽ പോലും എന്റെ യേശു ജീവിക്കുന്നെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. കിട്ടിയ ഒരു സഭയും ഞാൻ പാഴാക്കത്തില്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കും. 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ എപ്പോഴാ കിടക്കുന്നതെന്നും എപ്പോഴാ എഴുന്നേൽക്കുന്നതെന്നും ഒന്നും എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അതോടുകൂടി വിശ്വസ്തയോടെ ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന് എന്നെ കൊണ്ടുവരുവാൻ പല രോഗങ്ങളിൽ കൂടി, കഷ്ടങ്ങൾ കൂടി, പ്രതികൂലങ്ങൾ കൂടി, ഒറ്റപ്പെടൽ കൂടി എന്റെ ദൈവം എന്നെ കടത്തിവിട്ടു. ഇനി നിങ്ങൾ പറയാൻ, ഞാൻ അടങ്ങിയിരിക്കുന്നത് ശരിയാണോ? ഞാൻ ഉറങ്ങുന്നത് ശരിയാണോ? എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താൽ സ്തോത്രം, ഒരു നിമിഷം പോലും എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദൈവ വൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ, മീറ്റിങ്ങുകളൊന്നുമില്ലെങ്കിൽ നേരെ സെറ്റുമായിട്ട് പോകും. വണ്ടി എടുത്ത് നേരെ സെറ്റുമായിട്ട് പോകും. ഏതായാലും പട്ടണങ്ങളിൽ പോകും, ഏതായാലും പ്രദേശത്തേലും, ഏതായാലും തെരുക്കോണുകളിൽ നിൽക്കും. ഞാൻ വിളിച്ചു പറയും, എന്റെ യേശു ജീവിക്കുന്ന ദൈവമാ, എന്റെ യേശു ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഫേസ്ബുക്കിൽ ഇല്ല കേട്ടോ, യൂട്യൂബിൽ ഇല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ശക്തമായിട്ട് ഉപയോഗിക്കും, പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടി നീ പുറത്തു വരല്ലോ. ദൈവം എന്നോട് ആലോചന പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കത്തില്ല, അതിനകത്ത് ഞാൻ ഒന്നും ഇടത്തില്ല. ഹല്ലേലൂയ. എല്ലാ മഹത്വം എന്റെ ദൈവത്തിനാ. എല്ലാ ഹല്ലേലൂയ, സ്തോത്രം. ആ ഭൂലോകടെയും സ്വർലോകടെയും അതോലോകടെയും മുഴങ്കാൽ മടങ്ങുന്ന ദൈവത്തിന് സകല മഹത്വം എന്റെ അപ്പായുടെ നാമം മാത്രം എന്നിൽ കൂടി മഹത്വപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഞാൻ വചനം പറഞ്ഞതുപോലെ നമ്മളെ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാ, നമ്മളെ വിടിവിക്കുന്ന ദൈവമാ. ഏത് ഘട്ടങ്ങൾ കൂടി പോയിട്ട് വാഗ്ദത്തം നിന്റെ മേലുണ്ടോ ദൈവവൈതലേ, സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. ശത്രു ഒരുപക്ഷെ നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ നോക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവബന്ധനങ്ങളെ അഴിച്ച് ദൈവം എന്ത് ചെയ്യും? ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ.
ഇന്നും സ്തോത്രം ഹല്ലേലൂയ. ഏത് വ്യക്തിയോടും സുവിശേഷം പറയും. ഉന്നതന്മാരാകട്ടെ, രാജാക്കന്മാരാകട്ടെ, പ്രഭുക്കന്മാരാകട്ടെ, എത്ര ശക്തിയോടെ സുവിശേഷം എതിർത്തിരിക്കുന്ന വ്യക്തിയോടാകട്ടെ, എന്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ള എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ അവരോട് പറയാനുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസമെങ്കിലും ഒരാളോട് സുവിശേഷം പറഞ്ഞില്ല, എന്ത് ചെയ്യാ? മനസ്സിന് വേദനയാ, എന്തൊക്കെയോ ഭാരമാ ഉള്ളിനകത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു എരിവ് നിങ്ങളുടെ മേലുണ്ടോ? ഇങ്ങനെ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉണ്ടോ? സ്തോത്രം. ദൈവമേ, ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയല്ല. ദൈവത്തിന്റെ സന്നിധി നിന്നെ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം, ഒരുപക്ഷെ 10 പേരെ കൂട്ടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനായിരിക്കാം, ഒന്ന് വർഷിപ്പ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാക്കൊന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിരിക്കാം. അല്ലെങ്കിൽ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയട്ടെ, നിത്യത നമ്മുടെ സ്വന്തമായി തീരുവാനിടയായിത്തീരും. പാട്ടുകാരൻ പറയുന്നു, ഇന്നലെ പിന്നെ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്ന് മണ്ണിലിരിക്കുക. ഇന്നലെ പ്രസംഗിച്ചവർ, ഇന്നലെ പ്രശസ്തരായവർ പലരും പട്ടുകിടക്കുന്ന ഈ പോർക്കളത്തിൽ, സാധുക്കളായ ദേവദാസിമാരെ, ഒന്നിനും കഴിവില്ലെന്ന് പറഞ്ഞ ദേവദാസിമാരെ, എന്നെ നിന്നെ സ്വർഗം കണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ എന്റെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അറിയപ്പെടാത്ത ഒരു ദെബോറയെ, അറിയപ്പെടാത്ത ഒരു യായേലിനെ എന്റെ സ്വർഗം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ ചരിത്രം മാറും, നിന്റെ തലമുറയുടെ അവസ്ഥ മാറും, കുടുംബജീവിതത്തിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യാൻ തയ്യാറാ. ഞാൻ വിശ്വസ്തയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ യോദ്ധാവായിട്ടുണ്ടെങ്കിൽ, യുദ്ധത്തിന് മുൻനിരയിൽ നിൽക്കുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നെങ്കിൽ, നമ്മൾ യുദ്ധത്തിന് മുൻനിരയിൽ നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗം പോലെ നമ്മുടെ ജീവിതമായിരിക്കണം. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രസംഗം ഒന്നായിരിക്കണം. നമ്മൾ പ്രസംഗിച്ചിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് സാക്ഷ്യമില്ലെങ്കിൽ, നമ്മുടെ തലമുറയുടെ മേൽ നമുക്ക് സാക്ഷ്യമില്ലെങ്കിൽ, നമ്മുടെ പ്രസംഗം വ്യർത്ഥമാകട്ടോ. ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിക്കേൽപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ആലോചന തന്ന്. ഇന്ന് സ്തോത്രം, ദൈവജനം ദൈവസന്നിധിയിൽ അകന്നു പോയിരിക്കുക. ഒരു കൂട്ടം ജനത്തിന്റെ മടങ്ങി വരവ് ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇരമ്യാവ് കരുന്നതുപോലെ നമുക്ക് അറിയാൻ പറ്റും, യഹോവേ, പണ്ടത്തെ പോലുള്ള നല്ല നാളുകളെ, പിതാക്കന്മാരുടെ നാളുകളെ ഞങ്ങൾക്കൊന്ന് തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവ പൈതലേ, ഞാൻ ഒരു സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ കടന്നുപോയപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ എന്നോട് പറയാൻ, സിസ്റ്റേ, ഇവിടെ സ്തോത്രം ഇഷ്ടം പോലെ ഭൂതങ്ങളുണ്ട്, പല സഹോദരിമാരുടെ മേൽ ഭൂതമാ, പക്ഷേ കർത്തൃമേശയ്ക്ക് അവരെല്ലാം കൈനീട്ടും. ഭൂതങ്ങൾ കർത്തൃമേശ എന്ന് പേടിക്കും. അവര് പറയുക, ഭൂതങ്ങൾ കർത്തൃമേശ പേടിക്കും. അല്ലല്ലേ സിസ്റ്റേ, ഒന്ന് വന്ന് ഒരു മീറ്റിങ്ങിന് ഒന്ന് കടന്നു പറഞ്ഞിരുന്നു. നോക്കൂ, ഭൂതങ്ങൾക്ക് പോലും കർത്തൃമേശ തൊടുവാൻ എന്ത് ഭയമില്ലാത്ത ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ദൈവത്തോട് അകന്ന ഒരു കാലഘട്ടം, ദൈവസ്നേഹം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു കാലഘട്ടം, പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്ത് ആരാധനയ്ക്ക് പോയി ചടങ്ങുകൾ തീർക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവപൈതലെ സ്വർഗം അതല്ല ആഗ്രഹിക്കുന്നത്. എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഒരു കാലഘട്ടം, പണ്ടത്തെ പോലുള്ള നല്ല നാളുകൾ ഞങ്ങൾക്കൊന്ന് മടക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, തലമുറ പട്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരാഴ്ചത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കടന്നു പോയപ്പോൾ എന്നോട് സ്തോത്രം ഒരു കൊച്ചു കുഞ്ഞു വന്ന്, ഒരു മോള് വന്ന് പറയുക, ആന്റി, ഞങ്ങളുടെ ഇവിടുത്തെ സ്തോത്രം കോളേജിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു. എന്താ മോളെ? ഒരു ദേവദാസിന്റെ മോളാ ആന്റി. കാലിൽ അവിടുത്തെ പ്രത്യേകത ആന്റി കേട്ടാൽ, ആന്റി കേട്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറയാൻ ഭയമാ. ഞാൻ പറ മക്കളെ, അവിടെ പറയുന്നു, അവിടെ കുഞ്ഞുങ്ങൾ തമ്മിൽ ബെറ്റാ. ദിവസം എത്ര ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ പോണോ, ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ട്രോഫി കൊടുക്കും. അല്ലല്ലേ, ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുടെ കിടക്ക പങ്കിടുന്നോ അവർക്ക് സമ്മാനം കൊടുക്കും. ഇത് കേട്ടപ്പോൾ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, മോളെ നീ എന്ത് പറഞ്ഞു? എന്നോട് അവര് പറഞ്ഞു, നീ കൊള്ളത്തില്ല, നിനക്ക് കഴിവില്ല, നിന്റെ ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയരുത്. ബാംഗ്ലൂർ പട്ടണം സോദോം ഗോമോറ പോലെ ആയിരിക്കുക. തലമുറകൾ കേരളത്തിനകത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പുതിയ ഗവൺമെന്റ് ഒക്കെ അധികാരത്തിൽ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദേവദാസിമാരെ, നമ്മൾ എത്രത്തോളം കരയണം, എത്രത്തോളം ഈ പ്രാർത്ഥന ചില തലമുറയെ പുറത്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയായി മാറട്ടെ. സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം. കർത്താവ് പറഞ്ഞ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരയുവിൻ. ആ സമയത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുക. സിയോൻ പുത്രിയുടെ മതിലേ, നീ ഓരോല കണ്ണീരൊരുക്കുക, നിന്റെ കൺമണി വിശ്രമിക്കരുത്, നിനക്ക് സ്വസ്ഥത നൽകരുത്. രാത്രിയുടെ യാമാരംഭത്തിൽ വീതിയുടെ തലക്കിലൊക്കെ നിലവിളിക്കുന്ന
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിലേക്ക് കൈമലർത്തുക എന്നുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദം പ്രവാചകനിൽ കൂടി അള്ളിച്ചത് നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളിൽ, നമ്മുടെ സ്തോത്രം ഗ്രൂപ്പ് പ്രാർത്ഥനകളിൽ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ ഒരു യായേലിനെ പോലെ, ഒരു ദെബോറയെ പോലെ ദൈവം ഏൽപ്പിച്ച ദൗത്യമായിട്ട് മുന്നോട്ട് പോകാൻ നാം തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവേ പ്രിയ സിസ്റ്ററെ, ദൈവം ഇതിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുക. ദൈവം നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് സുബി സിസ്റ്റർ. ഒരു ദൈവം ഒരേ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ ഒറ്റയ്ക്ക് നിന്നാലും ചെയ്തോണം, അതിന് പിന്മാറി പോകല്ല്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ മുന്നോട്ടുള്ള നിന്റെ സ്തോത്രം പ്രാർത്ഥനാ ജീവിതത്തിലും ഞാൻ നിനക്ക് നൽകി തരുന്ന ദൈവമാ. ചില ദർശനങ്ങൾ കൂടി നിന്നെ കടത്തിവിടും. ഈ നാളുകളിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എന്റെ കരം നിനക്ക് അനുകൂലമാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. ചില വിഷയങ്ങൾ നീ വ്യക്തിപരമായി എന്റെ സന്നിധിയിൽ വെച്ചിട്ടുണ്ട്, ചില വിഷയങ്ങൾ നീ വ്യക്തിപരമായി എഴുതി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയാ, 2026 തീരുന്നതിന് മുമ്പ് തന്നെ ചില ദൈവം എഴുതി വെച്ച ചില വിഷയത്തിന്മേൽ, നിന്റെ ഹൃദയത്തിനകത്തുള്ള ചില വിഷയത്തിന്മേൽ ഞാൻ മറുപടി നൽകി തന്ന് ഒരു സാക്ഷ്യമാക്കി നിന്നെ മാറ്റുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ്. പ്രിയ മകളെ, ശക്തമായിട്ട് ആലോചന കൈമാറുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉണരുക ദെബോറയെ, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആരാധന വെളിപ്പെടട്ടെ, പ്രാർത്ഥന വെളിപ്പെടട്ടെ, ആഴമേറിയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവ സ്നേഹം ഈ ഗ്രൂപ്പിലൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കട്ടെ. പ്രിയ ശോശാമ എന്ന് പറഞ്ഞ പ്രിയാൻജി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ആലോചന കൈമാറുക. ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ചിലപ്പോ മറിയ ചോദിച്ചതുപോലെ, ദൈവമേ, ചില വിഷയങ്ങൾ മുന്നിൽ കല്ലുകൾ ആരുരുട്ടി മാറ്റും. ചില കല്ലുകൾ പലപ്പോഴും നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ശത്രു കൊണ്ട് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കല്ലുകളെ, നിന്റെ മുമ്പിലുള്ള ചില വിഷയങ്ങളെ, അതിന് പ്രതികൂലമാക്കിയ കല്ലുകളെ ഞാൻ ഉരുട്ടി മാറ്റി. കരയുന്ന ചില വിഷയത്തിന്മേൽ മറുപടിയുമായി ഞാൻ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങൾ അതുവരെ മളെ ശക്തി കൊട്ടുകൊള്ളുക, ബലം ധരിച്ചു കൊള്ളുക, ദെബോറയെ ഉണർന്നുകൊള്ളുക. ഈ ദിവസങ്ങളിൽ ഒന്ന് ഉണരുവാൻ, ഒന്ന് ശക്തി പ്രാപിക്കുവാൻ, കേൾക്കുന്നവര് മാത്രമായിട്ടല്ല, പ്രാപിക്കുന്ന കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ, കരയുന്ന കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ. അടിനിത കർത്താവേ, എന്നിൽ ഏൽപ്പിച്ചത് വിശ്വസ്തോടെ ചെയ്യാമെന്ന് പറയുവാൻ നമ്മൾ സമർപ്പിച്ചു കൊടുത്ത സ്വർഗം നമ്മുടെ വൻ കാര്യങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാഥേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല കർത്താവേ, ടൈംസോടുകൾക്കായി സ്തോത്രം. തന്റെ ദാസി ഇങ്ങനെ ഒരു അവസരം അടിയെ തന്നല്ലോ കർത്താവേ. ദൈവം തന്ന ആലോചനയും അതിന്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലുമാക്കി സ്വർഗം തീർക്കണം. വലിയ ദൈവ പ്രതി ഗ്രൂപ്പിനകത്ത് കർത്താവ് ചെയ്യണം. എന്റെ ദാസിൽ കൂടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. അനേക സഹോദരിമാർക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരു ആശ്വാസമാക്കി തീർക്കണം. കർത്താവെ, കേട്ട വചനം ജീവിതത്തിൽ കർത്താവെ അത് പ്രാവർത്തികമാകും. കർത്താവ് ഇവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സമസ്തങ്ങളുടെ കാര്യത്തിൽ കേൾപ്പിക്കേണ്ട സ്വർഗം വലിയ ചെയ്യണം. അടിയെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മളെ എല്ലാരെയും സൗഖ്യമാക്കി വിടുവിച്ച് ദൈവം മറുപടി വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസി പ്രിയ സിസ്റ്ററുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഈ കൂട്ടായ്മയിലും കർത്താവ് ചെയ്തെടുക്കട്ടെ. എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. മാറാനാഥ, കർത്താവ് വരാറായി. God bless you. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവത്തിന്റെ വചനവും ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ടെസ്റ്റിമണിയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് എത്ര വലിയവന്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവൻ അത്ഭുത മന്ത്രി, വീരന ദൈവം, നിത്യ പിതാവ്. ഹല്ലേലൂയ. സമാധാന പ്രഭു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കഷ്ടതകളും ശോധനകളും ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നത് ഹല്ലേലൂയ നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് എല്ലാ മഹത്വവും ആമേൻ ഹല്ലേലൂയ ആമേൻ കൊടുക്കുന്നു. ആമേൻ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ആമേൻ വചന ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സിസ്റ്ററിനെ ബലപ്പെടുത്തി തന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. സിസ്റ്ററിനെയും കുടുംബത്തെയും ആമേൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക രാജ്യങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ
ഹല്ലേലൂയ ശബ്ദമായി മാറുവാൻ തക്കവണ്ണം കർത്താവ് സിസ്റ്ററിനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ മേരി മമ്മി, ഹല്ലേലൂയ. ആമേൻ. സിസ്റ്ററിനെയും കുടുംബത്തെയും ഏൽപ്പിച്ച്, ആമേൻ, ഈ മീറ്റിങ്ങിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സ്തോത്രം. കർത്താവെ, സ്തോത്രത്തോടെ ഈ സമയം കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളത് കേട്ട് മാറിപ്പോകുന്നവരായിട്ടല്ല കർത്താവെ, ഒരു യായേലിനെ പോലെ, ഒരു ദബരെ പോലെ കർത്താവെ സ്തോത്രം, വചനത്തിൽ മുറുകെ പിടിച്ച് ദൈവ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിവില്ല കർത്താവെ, എന്നാൽ കർത്താവ് വിടുവിച്ച വിടുതലിന് തക്കവണ്ണം കർത്താവിനെ ഉയർത്തുവാൻ അനേകരെ കർത്താവെ, ഈ കർത്താവെ സ്തോത്രം, നാശത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവം അടിയങ്ങൾക്ക് കൃപ തന്ന് നിർത്തണമേ കർത്താവെ. ഞങ്ങൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാ കർത്താവെ. ആ ഒരു നല്ല ബോധത്തോടെ ഞങ്ങളെ തന്നെ ശക്തീകരിച്ചുകൊണ്ട് ആമേൻ നിൽക്കുവാൻ, ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിച്ച് നിൽക്കുവാൻ ദൈവം കൃപ തരണം കർത്താവെ. ആമേൻ. ഞങ്ങളോട് വചനം പറഞ്ഞ സഹോദരിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും അധികമായിട്ട് ദൈവം അനുഗ്രഹിച്ച് കർത്താവെ സ്തോത്രം, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം സഹോദരിയെ ഉപയോഗിക്കണം കർത്താവെ. കുടുംബമായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ച് നന്മകളാൽ ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ കുടുംബത്തെ അനുഗ്രഹിച്ചു നിർത്തേണ്ടതിന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത് ചെയ്തെടുക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കടന്നു വന്ന അടിയങ്ങളെ എല്ലാം ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവ് അറിയിച്ച ആലോചനകള്, വചനങ്ങള് ആമേൻ, അത് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ അടിയങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവിന്റെ മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.